ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉത്രാട വിളക്ക് എങ്ങനെയാണ് ഒരുക്കിയതെന്ന് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈറ കൊണ്ടുള്ള ഒരു ഫ്രെയിമുണ്ട്, ഒരു കോണാകൃതിയിലുള്ള ഒരു സ്തൂപം പോലുള്ളൊരു ഫ്രെയിമുണ്ട്. അതിൽ നമ്മൾ ചുറ്റിയിടുന്നത് പ്ലാസ്റ്റിക്കും തുണി കൊണ്ടും ഉണ്ടാക്കിയ പൂക്കളാണ്. ശരിക്കും പൂക്കൾ കിട്ടുന്നവരാണെങ്കിൽ ശരിക്കും പൂക്കൾ മാല കോർത്ത് തന്നെ ഇടും. നമ്മുടെ ഏരിയയിൽ തന്നെ പല രീതിയിലാണ് ഉത്രാട വിളക്ക് അലങ്കരിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഏത് രീതിക്കാണ് ഉത്രാട വിളക്ക് അലങ്കരിക്കുന്നതെന്നൊരു ഫോട്ടോ എടുത്ത് കമൻ്റായിട്ടിടണേ. ഇതല്ലാതെ നിലവിളക്ക് മാത്രം കൊണ്ട് വാഴത്തട അതിൽ ഉറപ്പിച്ച് വെച്ചിട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഈറ കൊണ്ടുണ്ടാക്കിയ വളയങ്ങൾ മാത്രം കൊണ്ട് റൂഫിൽ ചരട് കൊണ്ട് കെട്ടിത്തൂക്കി ഇതുപോലുള്ള രൂപം ഉണ്ടാക്കിയിട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് പടുക്കയാണ്. വിളക്ക് ഒരുക്കി വെച്ചു. വിളക്കിന് 5 തിരിയിട്ട വിളക്കാണ്. ഇത്തവണ എന്നെ ഉത്രാട വിളക്ക് ഒരുക്കാൻ സഹായിച്ചത് അമ്മുക്കുട്ടിയാണ് എനിക്ക് ഈ താമര എങ്ങനെയാണ് വിരിയിക്കേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് വിളക്കിൽ പൂ വെച്ചത്. ഞാന് അമ്മേനെ സഹായിച്ചത്. അമ്മ പ്ലാസ്റ്റിക് പൂ വെച്ചില്ലേ, അത് ഞാൻ എടുത്ത് അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ അതിലോട്ട് ഇങ്ങനെ വെച്ചു. നിലവിളക്കിൽ താമരപ്പൂവും പിച്ചിപ്പൂവും കൊണ്ടാണ് അലങ്കരിച്ച് വെച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അമ്മുവിന് എന്നെ സഹായിക്കാൻ വളരെ ഇഷ്ടമാണ്, വലിയ താല്പര്യമാണ്. അമ്മു തന്നെയാണ് വിളക്കിൽ എണ്ണ ഒഴിച്ച് സഹായിച്ചതും തിരിയിട്ടതും എല്ലാം അമ്മു തന്നെയാണ്. പിന്നീട് പടുക്കയിൽ അവലും മലരും കർക്കണ്ടം, കരിക്ക്, പഴം ഇതൊക്കെ കൊണ്ടൊക്കെ പടുക്ക ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ എന്നെ സഹായിച്ചത് അമ്മുക്കുട്ടിയാണെന്ന് വീണ്ടും എടുത്തെടുത്ത് പറയണമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ പടുക്കയും നിലവിളക്കൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഫ്രെയിം, അതിനകത്ത് ഈ വിളക്കും പടുക്കയും വരുന്ന രീതിയിൽ വച്ച് ഒരുക്കണം. ഇനി സന്ധ്യ ആകുമ്പോഴത്തേക്കും 5 തിരിയിട്ട നിലവിളക്ക് കത്തിച്ചു ഭഗവാനോട് നന്നായി പ്രാർത്ഥിച്ചു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ ഈ നിലവിളക്ക് അണയാതെ നാളെ ഉച്ച വരെ നോക്കണം. ഉച്ചയ്ക്ക് ഈ നിലവിളക്ക് അണച്ചതിന് ശേഷമാണ് ഞങ്ങൾ സദ്യ കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്രാട വിളക്ക്. നിങ്ങളുടെ വീട്ടിലെ ഉത്രാട വിളക്ക് എങ്ങനെയാണെന്നുള്ളൊരു ഫോട്ടോ എടുത്ത് കമൻറ്റ് ചെയ്തേക്കണേ. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഉത്രാട ദിവസം എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്ത്